ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന സൈറ്റിൽ ഒരു പൂജ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളെ ഈ വർക്ക് ചെയ്തെടുത്തത് അലൂമിനിയം അതേപോലെ PVC ലാമിനേറ്റ് ഷീറ്റും വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും താല്പര്യമുള്ളവർക്ക് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പല ആളുകളും ഇതേപോലുള്ള വീഡിയോസിൽ റേറ്റ് പറയാറില്ല. അതിന് മെയിൻ കാരണം നമ്മൾ തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ അതിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ചിലർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും, ചിലർ നല്ല തെറിക്കമൻറ്റ് പറയും. അത് അത്ര എങ്ങനെയാണ് ആ റേറ്റിന് ചെയ്യുക, ഇത് ഓവറല്ലേ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വർക്ക് തന്നെ ഇപ്പോൾ നമ്മൾ മൾട്ടിവുഡിൽ ക്ലൈൻറ്റ് നമുക്ക് ഏൽപ്പിച്ചു തന്നൊരു വർക്കാണ്. മൾട്ടിവുഡിലാണ് അവർ ഡിസൈൻ തന്നത്. പക്ഷേ അതിൽ അവർ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അലൂമിനിയത്തേക്ക് ആക്കിയതാണ്. എന്നിട്ട് പോലും ഇതിൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് വന്ന കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മളെ റേറ്റ് പറഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വർക്ക് നമ്മളെ ഏൽപ്പിച്ചത്. അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ റേറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ നമ്മളെ നല്ല റെക്കമെൻഡ് പറയും, ഇതുകൊണ്ട് അത് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് മരം കൊണ്ട് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഓപ്ഷനാണ്. നമ്മളെ മെറ്റീരിയലിന് അതിൻ്റെ റേറ്റ് ഉണ്ട്. അതിൻ്റെ നമ്മളൊരു പണിക്കൂലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മളതിൻ്റെ റേറ്റ് പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ഈ വീട് പണിയുമ്പോൾ തന്നെ അവർ ഈ ഒരു പൂജ യൂണിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മളിപ്പോൾ ഒരു ഫ്രെയിം അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്യാവശ്യം വീതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ഡോറ് കൊടുക്കുന്ന സമയത്ത് ഓവർ വലിയ ഡോറായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഡിസൈൻ അവിടെ കൊടുത്താണ്. അപ്പോൾ അതിൽ വല്ല ഫ്ലവർ വൈസോ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ ഭംഗിക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മളൊരു ഡബിൾ ഡോറ് ടൈപ്പിലാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ, അതായത് കട്ടില പോലുള്ള സെക്ഷൻ വരുന്നത് ജെ ബോക്സ് പറഞ്ഞിട്ട് അലൂമിനിയത്തിൽ വരുന്നൊരു സെക്ഷനാണ്. ഈ സെക്ഷൻ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് വാൾ ഡ്രോപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡോറ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ സെക്ഷൻ്റെ ഉള്ളിൽ ജെ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ 1.25 ഇഞ്ച് വുഡിൻ്റെ റീപ്പറൊക്കെ കയറ്റിയിട്ടാണ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതേപോലെ വരും അതിൻ്റെ ഒരു ഫ്രെയിം, ഔട്ടർ ഫ്രെയിം വരുന്നത്. ഇനി നമുക്ക് മെയിൻ ഡോറ് നമ്മൾ കൊടുന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്യണം, നമുക്ക് വിളക്കൊക്കെ കത്തിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 ഇഞ്ച് ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്ലൈൻറ്റ് പറയണത് അത്യാവശ്യം ഹൈറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രോവർ അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തട്ടൊക്കെ അടിച്ച് ആവശ്യത്തിനുള്ള തട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ചുമരൊക്കെ പാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷീറ്റ് ഇതാണ്. അതും PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ്. നമ്മളിത് തട്ടടിക്കാനും ചുമര് പാനൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുമര് പാനൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടൊക്കെ അടിച്ച് ഈ വിളക്കിലുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ ചുമരിലോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുമര് പാനൽ ചെയ്യുന്നത് കേട്ടോ. പലവരും ഇനിയൊരു സംശയമാണ് നമുക്കിതിന് എത്ര രൂപയാവും ചിലവ് എന്നുള്ളത്. ഇതിന് നമുക്ക് മൊത്തം ചിലവ് വന്നിട്ടുള്ളത് CNC കട്ടിങ് അടക്കയിൽ പെടും. അതിൽ വയറിംഗ് ഉണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 39,000 രൂപ നമുക്കിതിൽ മൊത്തം പണിക്കൂലി അടക്കം ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉൾവശത്തൊക്കെ നമ്മൾ ചുമരിപ്പോൾ പാനൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പാനലിങ് കുറയ്ക്കുകയാണ് ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറയും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ ഡ്രോവർ കൊടുക്കേണ്ട, അത് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കുറയും. ഇപ്പോൾ നമുക്കിത് മൊത്തം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു വന്നപ്പോഴേക്കും നമുക്ക് വന്ന ചിലവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യം ഇവർ അന്വേഷിച്ചത് മൾട്ടിവുഡിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് മൾട്ടിവുഡിലായിരുന്നു. അപ്പോൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്തത്. മൾട്ടിവുഡിൽ അവർ കുറച്ച് അത്യാവശ്യം നല്ല ഡെൻസിറ്റി ഉള്ള ഷീറ്റ് ഇട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഇവിടെ പറയുന്നില്ല, അതവർ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിൽ അവർക്ക് ഓവർ റേറ്റ് ആയതുകൊണ്ടാണ് അലൂമിനിയത്തിലേക്ക് വന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ടേബിൾ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. ഇനി നമുക്ക് തട്ടുകൾ അടിക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് ഡബിൾ ലിപ്പ് സെക്ഷൻ, അതിൽ ഡബിൾ ഷീറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്നത് ചുമര് നമ്മൾ പാനൽ ചെയ്യാൻ വേണ്ടി അലൂമിനിയം കൊണ്ട് തന്നെ ഫ്രെയിം ചെയ്ത് അതിൽ PVC ലാമിനേറ്റ് ഷീറ്റ് ഇട്ടാണ്. ഇത് നമ്മളെ സെൻറ്ററിൽ വരുന്ന ഒരു പോർഷനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു CNC കട്ടിങ് വരുന്നുണ്ട്. ഈ PVC ലാമിനേറ്റ് ഷീറ്റിൽ നമുക്ക് ഏത് രീതിയിലും CNC കട്ടിങ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ചുമരിൽ നമുക്ക് തട്ടടിക്കാനുള്ള ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ തട്ടടിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറ് തൂക്കണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഡോറിലും CNC കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. വീതിയാണെങ്കിൽ നമുക്കൊരു ഡോറ് 20 ഇഞ്ചോളം വീതിയും വരുന്നുണ്ട്.
ഈ ഒരു ഡോറിൽ നമ്മൾ മാക്സിമം 20 ഇഞ്ച് 21 ഇഞ്ച് വരെ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മേലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായൊരു ബലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 20 ഇഞ്ചിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറ്. മൊത്തം 40 ഇഞ്ച് നമ്മൾ അവിടെ ഒരു പോർഷനാക്കി തിരിച്ചാണ് ബാക്കി ഒരു ബോക്സ് ആക്കിയിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ യൂട്യൂബിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ തരിക, ലൈക്ക് തരിക. എന്തായാലും നമ്മൾ കിടിലം വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.